കേരളം എന്നുള്ള നഗരം, കേരളം എന്നുള്ള മറ്റു തരത്തിലുള്ള കേരളം എന്നുള്ളൊരു നഗരമായിട്ട് നമ്മൾ കൺസീവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാഷ, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ ചിഹ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിനിമയായാലും സാഹിത്യമായാലും ഒക്കെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം നമ്മുടെ പുതിയ തലമുറയ്ക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഗ്ലോബൽ കുട്ടികളാണ് നമുക്ക് ഉള്ളത്. അല്ലെങ്കിൽ നമ്മുടെ യൗവനം എന്ന് പറയുന്നത് അതുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന, ഇപ്പോൾ ലിറ്ററേച്ചറിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ ലോകത്ത് ഇറങ്ങുന്ന ഏത് പുതിയ പുസ്തകമോ അല്ലെങ്കിൽ ഏത് പുതിയ ഫിക്ഷനായാലും നോൺ ഫിക്ഷനായാലും വായിക്കുന്ന വലിയൊരു സമൂഹം. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് കേരളത്തിലെ ഈ കേരള നഗരത്തിൻ്റെ മാർക്കറ്റിൽ. അപ്പോൾ അത് ആ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് ആർട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ അങ്ങ് കൃത്യമായ ഒരു ധാരണ രൂപപ്പെടുത്താൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും ഈ ബിനാലെ വരുന്നത് വരെ നമ്മളുടെ ഒരു ദൃശ്യസങ്കല്പം തന്നെ വളരെ പഴഞ്ചനായിട്ട് നിൽക്കുകയും അതിൽ നിന്നിപ്പം ഒട്ടും മോചിതമല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ നഗരങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഉപനഗരങ്ങളിൽ നടക്കുന്ന പ്രദർശനങ്ങളുടെയൊക്കെ പൊതു സ്വഭാവം. കാരണം എന്താണ് ചിത്രം എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ആർട്ട് എന്നുള്ളത് ഒന്നിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ ഒരു വലിയൊരു കൺഫ്യൂഷൻ അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ ടെക്നോളജിക്കലായിട്ടുള്ള വലിയ മാറ്റങ്ങളെ ആർട്ട് എന്നുള്ള ഫോമിലേക്ക് എങ്ങനെ അതിനെ സന്നിവേശിപ്പിക്കാൻ പറ്റും എന്നുള്ളതിൽ ഒരു വലിയ കൺഫ്യൂഷനും ഉണ്ട് മലയാളി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ കമൽ പറഞ്ഞ ഈ കേരളം ഒരു വലിയൊരു നഗരം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളം ഒരു സൈറ്റ് ഓഫ് ഡിസെൻറ്റ്, അല്ലെങ്കിൽ കലയ്ക്ക് അല്ലെങ്കിൽ എഴുത്തിന് വേറൊരു രീതിയിൽ വളരെ വളരെ സ്വതന്ത്രമായിട്ടുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുകയും അത് ആക്സെപ്റ്റ് ചെയ്യുകയും അത് കൺസ്യൂം ചെയ്യുന്ന ഒരു സൊസൈറ്റി വളരെ ശക്തമാണ്. ഇപ്പോൾ അതിലേക്കാണ് കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഇൻ്റലക്ച്വൽസും അതുപോലെ മറ്റ് പല ചർച്ചകളിലും കേരളത്തിൽ പൊസിഷൻ ചെയ്യപ്പെടുന്നത്. അതൊരു ലെഫ്റ്റിൻ്റെ ഒരു ഡോമിനൻറ്റ് സ്പേസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു അഭിപ്രായ പ്രകടനത്തിന് സ്വാതന്ത്ര്യമുള്ള സ്ഥലം എന്നുള്ള വളരെ ശക്തമായൊരു പൊസിഷൻ ഇപ്പോൾ കേരളത്തിനുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് ബോംബെയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടും പുറത്ത് ട്രാവൽ ചെയ്യുമ്പോഴും ഇപ്പോൾ കൊച്ചി അല്ലെങ്കിൽ ബിനാലെ അല്ലെങ്കിൽ കേരളം എന്ന് പറയുമ്പോൾ ഓ വാവ് എന്ന് പറയുന്ന ഒരു ഇൻവിറ്റേഷനും വേണ്ട എന്ന് പറയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിത് പലപ്പോഴും ഈ നമ്മളൊക്കെ വലിയ ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു ഡോമിനൻസ് ഉള്ള ഒരു സൊസൈറ്റിയുടെ ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മറ്റു പല പ്രദേശങ്ങളിലും നമ്മൾ കാണുന്ന ഒരു റിച്വലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു സൈക്ലിക്കലായിട്ടുള്ള ഒരു സമ്പ്രദായത്തെ അതിനെ പിന്തുടരാതെ എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് ട്രാൻസ്ലേഷനിലൂടെയും പുതിയ എഴുത്തിലൂടെയും പുതിയ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ഇടപെടലിലൂടെ വളരുന്ന ഒരു ലിറ്റററി ട്രഡീഷൻ, ഒരു നോവലിൻ്റെ പുതിയ ഭാഷ അല്ലെങ്കിൽ കവിതയുടെ ഒരു പുതിയ ഭാഷ, ട്രാൻസ്ലേഷൻ മീറ്റുകൾ ഇതൊക്കെ നടക്കുന്ന, അതുപോലെ കേരളത്തിൻ്റെ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നമ്മളത് വളരെ ഒരു കോ എക്സിസ്റ്റിങ്ങിൻ്റെ ഒരു ത്രെഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ചിന്തയോടുകൂടി നടത്തുന്ന ലിറ്റ് ഫെസ്റ്റുകൾ ഭയങ്കരമായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേരളം. അതിലെനിക്ക് തോന്നിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ കലയ്ക്കുണ്ടായിരുന്നില്ല. കല എപ്പോഴും ഇങ്ങനെ എന്തോ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഷാഡോയിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു സർവൈവലിൻ്റെ ഒരു പോസിബിലിറ്റി തേടിക്കൊണ്ട് നിൽക്കുക, മൈഗ്രേറ്റ് ചെയ്ത് പോവുക, പിന്നെ ആ പ്രദേശങ്ങളിൽ ആ നഗരങ്ങളിൽ നടക്കുന്ന സമ്പ്രദായങ്ങൾ ഫോളോ ചെയ്യുക. പക്ഷേ എനിക്ക് തോന്നുന്നു 2012 ബിനാലയുടെ ഒരു വരവ് എന്ന് പറയുന്നത് ഈ സാധ്യതകളിലേക്കാണ്. നമ്മൾ വളരെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലേക്ക് പുതിയൊരു രൂപം, ഒരു പുതിയൊരു ആശയം, ഒരു പുതിയ കലയുടെ വളർന്ന് പന്തലിച്ച പുതിയ പല മേഖലകൾ ഒരുമിച്ച് കൊണ്ടുവരുന്നിട്ട് കലയെക്കുറിച്ചിട്ട് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന പെർസെപ്ഷനെ മറിക്കുകയാണ്. അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മെറ്റഫറായിട്ട് വർക്ക് ചെയ്ത ഒരു സംഗതി എന്ന് പറയുന്നത് എക്സ്കവേഷനാണ്. നമ്മൾ എക്സ്കവേഷൻ ഒരു മെറ്റഫറായിട്ട് എടുക്കുകയും അതിലൂടെ നമ്മുടെ ഒരു ചരിത്രം പറയാൻ ശ്രമിക്കുകയും നമ്മളുടെ വ്യക്തമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളും പല രീതികളിലുള്ള നമ്മുടെ സമ്മേളനങ്ങളും ഇതൊക്കെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്കുള്ള, പ്രത്യേകിച്ച് ആദ്യത്തെ എഡിഷൻ ഞാൻ പലപ്പോഴും ആലോചിക്കുമ്പോൾ ആ ഫസ്റ്റ് എഡിഷൻ ബിനാലയുടെ ഒരു സ്വഭാവം ഭയങ്കര ശരിക്കും നമുക്ക് മെമ്മോറിയലൈസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. കാരണം അതിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ അങ്ങനത്തെയാണ്. പ്രത്യേകിച്ച് ലോകത്തിൽ നടക്കുന്ന മറ്റ് ബിനാലകളെ അപേക്ഷിച്ച് ഈ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് പോസിബിലിറ്റി അത് നമ്മൾ ബിനാലയിൽ അഡോപ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ബിനാലയിൽ നമ്മൾ വിഷ്വൽ ആർട്ടിൻ്റെ മാത്രമല്ല, സിനിമ കൊണ്ടുവരുന്നു, ലിറ്ററേച്ചർ കൊണ്ടുവരുന്നു,
അതോടൊപ്പം തന്നെ വലിയ വലിയ ചർച്ച സ്റ്റുഡൻസ് ബിനാലെ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരുന്നത്, ചിൽഡ്രൻസ് ബിനാലെ എന്ന്. അപ്പോൾ നമ്മളൊരു ഭയങ്കരമായിട്ടൊരു തരം ഒരു അക്കാഡമിക് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ സ്ട്രക്ചർ ചെയ്യുന്നു. അതോടൊപ്പം ആദ്യത്തെ എഡിഷൻ്റെ ബിനാലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടെറസ്ട്രിയൽ ഇമാജിനേഷനുകൾ മാത്രം നമ്മളുടെ ചർച്ചയിൽ നിലനിന്നിരുന്നതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഓഷ്യാനിക് ഇമാജിനേഷനും കൊച്ചി ഒരു പെനിൻസുലാറാകുകയും നമ്മൾ അവിടെ നിന്ന് പുതിയൊരു ലോകത്തെ വീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു മാപ്പ്, ഒരു കൊച്ചിയിൽ നിന്ന് നമ്മൾ മാപ്പ് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തൊരു ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു മാപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവുന്നത് അതുകൊണ്ടാണ്. അതിലെനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് എടുത്തു പറയാവുന്ന ഒരു സംഗതി, വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എഡിഷൻ എന്ന് പറയുന്ന ബിനാലെ കൊച്ചിയെക്കുറിച്ചിട്ടായിരുന്നു, എബൌട്ട് കൊച്ചിയാണ്. പിന്നീട് അത് മാറിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പീപ്പിൾസ് ബിനാലെ എന്ന് പറയുന്ന ഒരു പെട്ടെന്ന് ബിനാലയ്ക്ക് കിട്ടിയ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഇപ്പോൾ ജിതീഷ് കല്ലത്തിൻ്റെ ബിനാലെ പറഞ്ഞത് ഫ്രം കൊച്ചിയാണ്, കോൺഫിഡൻസ് ആണ്. പിന്നെ വരുന്ന സുദർശൻ്റെ ബിനാലെ എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ആക്കുന്നുണ്ട്. എഴുത്തുകാർ വരുന്നു, പ്രശസ്തരായ കവികൾ വരുന്നു, നാടകം വരുന്നു, സിനിമ വരുന്നു, അതുപോലെ തന്നെ നോവലുകൾ വരുന്നു. കുറച്ച് ആൾ മരണപ്പെട്ടു പോയ അർജന്റീൻ റൈറ്റർ, അദ്ദേഹമൊക്കെ കൊച്ചിയിലെ ചുമരുകളിൽ അദ്ദേഹത്തിൻ്റെ നോവൽ എഴുതി വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായത് പിന്നീടാണ് അത് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ സമയത്തിന് ആവശ്യമുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് സഞ്ചരിക്കുകയും വളരെ ടോപ്പിക്കലായിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ 2 എഡിഷൻ ഒരു 6 വർഷം നമ്മൾ സ്പെൻഡ് ചെയ്തത് ഒരു ഫെമിനിസ്റ്റ് ഓറിയൻറ്റേഷൻ ഡിസ്കോഴ്സിലാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയൊരു പരാജയം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്കോഴ്സിൽ നടന്ന സമ്പ്രദായങ്ങളെ കേരളത്തിലൊരു വ്യക്തമായിട്ടുള്ളൊരു പുതിയൊരു ചർച്ചയിലേക്ക് അത് തുറന്നു വിട്ടിട്ടില്ല. അതെനിക്ക് അതിൽ ഒരു ക്രിറ്റിസിസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടപെടേണ്ട, നമ്മളെ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയെ അത് മറക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബിനാലയുടെ ഒരു റിവൈവലിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഞാൻ ചില ചർച്ചകളിലൊക്കെ ഞാൻ ഇടപെടുന്നുണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നി വെച്ച് കഴിഞ്ഞാൽ ഇനി അത് റിവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ ഒരു വ്യക്തമായ റിവൈവലിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് കൊച്ചിയെ അഡോപ്റ്റ് ചെയ്യണം. 12 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി തന്ന ആ ഒരു പ്രദേശത്തിലെ ജനങ്ങളുടെ ജീവിത വ്യവസ്ഥകൾ, അവിടെ ഒരു കൾച്ചറൽ എക്കോണമി പ്രോസ്പെക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയൊരു പദ്ധതി അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന, അത് ആർക്കിടെക്ചറലായിക്കോട്ടെ, ഡിസൈൻ ഓറിയൻറ്റഡ് ആയിക്കോട്ടെ, ആർട്ട് ആയിക്കോട്ടെ, മറ്റു പല കലാ സമ്പ്രദായങ്ങളായിക്കോട്ടെ, അതിനെ റീഇൻവെൻറ്റ് ചെയ്തിട്ട് ഇതാണ് കൊച്ചിയെ ഇനി ഒരു പ്രോസ്പെക്റ്റ്ഫുൾ സൈറ്റ് എന്നുള്ള രീതിയിൽ ഒരു ഗ്ലോബൽ ആർട്ട് പ്രൊഡക്ഷൻ്റെ ഒരു സെൻറ്റർ എന്നുള്ള രീതിയിലേക്ക് മാറ്റേണ്ട ഒരു സമയമായി എന്ന് എനിക്ക് ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഇപ്പോൾ അതെങ്ങനെയാണ് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അതിൻ്റെ ഇതിൻ്റെ ഒരു ഇൻവെൻറ്റർ എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ആ ഒരു മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെവല്യൂഷൻ എങ്ങനെയാണ് മനസ്സിൽ കാണുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കമൽ ചോദിക്കുന്ന കാരണം കൊണ്ട് ഞാൻ അതിനെ കുറച്ചുകൂടി അതിൻ്റെ സ്ട്രക്ചർഡ് ആയിട്ടുള്ളൊരു ആൻസർ പറയാൻ നിർബന്ധിതനാണ് ശരിക്കും പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞ ഇപ്പോൾ ജിതീഷിൻ്റെ ബിനാലെ ഒരു ഫ്രം കൊച്ചി ആയപ്പോൾ കലയുടെ പുതിയ സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ കലയിലൂടെ സാധിച്ചെടുക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ ഭാഷ വ്യതിയാനങ്ങളിലേക്കാണ് അത് സഹകരിക്കുന്നത്. പക്ഷേ ഞാൻ ആ സമയത്താണ് ഈ ബിനാലയുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസ്പെക്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ ഒരു വേവലാതിപ്പെട്ടൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെ 2015 അവസാനമാകുമ്പോൾ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആ ഒരു ബിനാലയുടെ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് തിരിച്ചു പോയിട്ട് നമ്മളത് ഒരു മാരിടൈം ഹിസ്റ്ററി, കൊച്ചിയുടെ കൾച്ചറൽ ഹിസ്റ്ററി, അപ്പോൾ ചെയ്ത ഇപ്പോൾ KR സുനിലിൻ്റെ മഞ്ജുക്കാർ പ്രോജക്റ്റ് പോലെ അതിനുശേഷം ചെയ്ത പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മട്ടാഞ്ചേരി എന്ന് പറയുന്ന ഒരു സർവേ പ്രോജക്റ്റ്. ഇപ്പോൾ അർബൻ ഡിസൈൻ കളക്റ്റീവിൻ്റെ സർവേ വരുന്നു, രാമുവിൻ്റെ ഫോട്ടോഗ്രാഫ്സ് വരുന്നു, KR സുനിലിൻ്റെ വർക്ക് വരുന്നു, ബിജുവിൻ്റെ പ്രൊജക്റ്റ് വരുന്നു, അനിത തമ്പിയുടെ ഒരു കവിത വരുന്നു, അൻവർ അലിയുടെ പ്രൊജക്റ്റ്. അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റിൽമെൻറ്റ് നമുക്ക് ഒരു വലിയൊരു കൾച്ചറൽ പ്രോസ്പെക്റ്റ് അക്കോമഡേറ്റ് ചെയ്ത ആ ഒരു മൈക്രോ കോസത്തിനെ നിങ്ങളെങ്ങനെ വീണ്ടും പഠിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ഗുരുവിൻ്റെ പ്രവർത്തനം വരുന്നത്. അത് തുടർന്ന് പോവുകയും പിന്നീട് 16 നടക്കുന്നു,
18 എഡിഷൻ നടക്കുന്നു, 20 നടക്കുന്നില്ല കോവിഡ് കാരണമുണ്ട്. 22 ആയപ്പോഴും ഞാൻ ഒബ്സർവ് ചെയ്തിരുന്ന സംഭവം എന്ന് പറയുന്നത് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൽ നിന്നും, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഒരു ഹോസ്റ്റിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ കൊച്ചിയാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് ഇന്ത്യയുടെ ഒരു മൈക്രോകോസം എന്നുള്ള രീതിയിൽ ബിനാലയുടെ ഐഡിയൽ ഹോസ്റ്റാണ്. അവർ അനുഭവിക്കുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ഒരു ഡിപ്രൈവ്ഡ് ലിവിങ് ഇഷ്യൂസ്, ഒരു റെസിഡ്യുവൽ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ, കാരണം ഒരു പോർട്ട് സിറ്റി കൾച്ചർ അവിടെ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, അബാൻഡൻഡ് ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ എനിക്ക് വീണ്ടും ഫീൽ ചെയ്തിരുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഈ സീ എ ബോയിലിംഗ് വെസൽ എന്ന് പറയുന്ന പ്രൊജക്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് ഞങ്ങളുടെ അനുഭവം ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് പല കൾച്ചറൽ ഓർഗനൈസേഷൻ, ഇപ്പോൾ KCHR ആയാലും പല ഇപ്പോൾ വിദേശത്തുള്ള പല ഓർഗനൈസേഷനുകളായാലും അവർ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കൊച്ചിയിലെ സൊസൈറ്റി അതിനെ ഏറ്റെടുക്കുന്നുണ്ട്, അവരതിൻ്റെ വിസിറ്റേഴ്സ് ആകുന്നുണ്ട്. കാരണം വീണ്ടും അർബൻ ഡിസൈൻ കളക്റ്റീവിൻ്റെ സർവേ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഇനീഷ്യൽ പാംഫ്ലെറ്റിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നമുക്ക് തന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബിനാലെയുടെ ജനങ്ങളോടുള്ള അടുപ്പം അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോളേജിൽ നിന്നാണ് ഞാൻ പറയുന്നത് അത്തരം പദ്ധതികൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കൾച്ചറൽ ഹിസ്റ്ററി കുറച്ചുകൂടെ ഡീപ്പായിട്ട് സർവേ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്, വളരെ ടാഞ്ചിബിളായിട്ടുള്ള കൾച്ചറൽ മെമ്മറികൾ എങ്ങനെ നമ്മുടെ തന്നെ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കേരളത്തിലേക്ക് ഒരു ഗ്ലോബൽ ആർട്ട് വേൾഡ് ഉറ്റുനോക്കുന്നത് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫോക്കസ്ഡ് അറ്റൻഷൻ നമ്മളത് ഉപയോഗിക്കണം. അതാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ചില കലാപ്രവർത്തനങ്ങളിൽ ഞാൻ ഒരു തഴയപ്പെടുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് ബിനാലെ മാറുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കേരളീയം നടന്ന സമയത്തും പല കേരളത്തിൻ്റെ വിജയങ്ങളും കേരളം അച്ചീവ് ചെയ്ത പല ഗോളുകളും സെലിബ്രേറ്റ് ചെയ്ത ആ ഒരു മൊമെൻറ്റിൽ പോലും ബിനാലെ മെമ്മോറിയലൈസ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ കൊച്ചിയിൽ ഇതിനെ നമുക്ക് റീഇൻവെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ബിനാലയുടെ ഒരു ബിനാലയുടെ ഒരു ഹോസ്റ്റ് സിറ്റിയിൽ ബിനാലയ്ക്ക് ഒരു പെർമനൻറ്റ് മെമ്മോറിയൽ വേണം. അത് ഒരു വർക്കബിൾ സൊല്യൂഷനാണ്. പിന്നെ ഇപ്പോൾ വിവാൻ സുന്ദരത്തിനെ പോലുള്ളൊരു വ്യക്തി വളരെ റാഡിക്കലായിട്ട് കേരളത്തിൻ്റെ കലാ സമുദായമായിട്ട് ഇടപഴകിയിരുന്ന ഒരു കലാകാരൻ, അദ്ദേഹത്തിൻ്റെ വർക്ക് കേരളത്തിൻ്റെ കൾച്ചറൽ ഹിസ്റ്ററിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വർക്കായിരുന്നു. പ്രത്യേകിച്ച് KCHRൽ നിന്നും എടുത്ത പട്ടണം എക്സ്കവേഷൻ പോട്ടറി ഷാർഡ്സ് അദ്ദേഹം ഉപയോഗിക്കുന്നു. അത് ന്യൂ മീഡിയ ആകുന്നു, വീഡിയോ പ്രൊജക്റ്റായിട്ട് വരുന്നു. കുരുമുളക് നമ്മുടെ വലിയ ഒരു സാംസ്കാരിക ചരിത്രത്തിൻ്റെ സിമ്പിളായിട്ടുള്ള കുരുമുളക് അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഉപയോഗിക്കുന്നു. അപ്പം ഇത് ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കലാ സമ്പ്രദായങ്ങൾ തുടർന്ന് പോയിരുന്ന ഒരു കലാകാരനാണ് കൊച്ചിയിൽ വന്നിട്ട് നമ്മൾ കൊടുത്ത ഒരു സൈറ്റിൽ പുതിയൊരു പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇതേപോലെ നമുക്ക് എടുത്തു പറയാവുന്ന, ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ട് വിവാൻ സുന്ദരത്തിൻ്റെ വർക്ക് കൊച്ചിയിലെ ഒരു മ്യൂസിയം പ്രൊജക്റ്റിൻ്റെ പെർമനൻറ്റ് ഒരു കോണ്ടെക്സ്റ്റിൻ്റെ ഭാഗമാകുന്നില്ല. ഇങ്ങനത്തെ പദ്ധതികൾ ഉൾപ്പെടുത്തുന്ന ഒരു സ്ട്രക്ചർ, അതോടൊപ്പം തന്നെ ഒരു ആർക്കിടെക്ചറൽ സർവേ, ഒരു കൾച്ചറൽ എക്കോണമി പ്രോസ്പെക്റ്റിൻ്റെ കൊച്ചിയുടെ ഒരു സാധ്യത. അതിപ്പോൾ 2016 ഇപ്പോൾ അന്ന് ചീഫ് മിനിസ്റ്റർ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്, കൊച്ചിയിൽ ബിനാലയ്ക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു വേദി ഉണ്ടാകുമെന്ന്. നമ്മളത് കഴിഞ്ഞിട്ടിപ്പോൾ 8 വർഷത്തോളമായി. അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സാംസ്കാരിക സമുച്ചയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ എനിക്ക് അടുത്ത കാലത്തുണ്ടായൊരു സാംസ്കാരിക സമുച്ചയ അനുഭവം എന്ന് പറയുന്നത് വളരെ മീഡിയോക്കറായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നിറയെ ജനാലകളുള്ള ഗാലറി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു, നമ്മളതിൽ ഇടപെടുന്നു, നമ്മളത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ വെറും സൈക്ലിക്കലും റിച്വലിസ്റ്റിക് ആയിട്ടുള്ള എൻട്രാപ്മെൻറ്റുകളിലേക്ക് വീണ്ടും വീഴാണ്. അതാണ് ഡേഞ്ചർ. അപ്പോൾ ഈ എഴുത്ത് ചെയ്യുന്ന പോലെ ഇതിനെ മറികടക്കാൻ പറ്റും, നവീകരിക്കണം. ആ നവീകരണ സമ്പ്രദായങ്ങൾ നമുക്ക് വീണ്ടും പ്രാവർത്തികമാക്കാൻ സാധിക്കുമ്പോഴാണ് ബിനാലെ വീണ്ടും തിരിച്ച് അതിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് വരികയും അവിടുത്തെ ജനങ്ങളോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് പുതിയ പ്രോഗ്രാമുകൾ ചെയ്യുക. ഇപ്പോൾ 1 വർഷമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പ്രോഗ്രാമിങ് നടന്നിട്ടില്ല. ആളുകൾ കാത്തിരിക്കുകയാണ് ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ചെയ്യേണ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ
കേരളം ഫോക്കസ്ഡ് ആയിട്ട് ഇനി എങ്ങനെ നമുക്ക് കേരളത്തിലെ ഒരു ബിനാലെ, കേരളത്തിൽ നിന്നുള്ളൊരു ബിനാലെ, ഒരു എന്താ വലിയ നാഷണൽ സപ്പോർട്ടുള്ള, വലിയ ഇൻ്റർനാഷണൽ സപ്പോർട്ടുള്ള പ്രൊജക്റ്റാണത്. കാരണം നമ്മൾ എംബസികൾ സപ്പോർട്ട് ചെയ്യുന്നു, കൾച്ചറൽ ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നു, ആർട്ടിസ്റ്റുകൾ സ്വന്തം പണം എടുത്തുകൊണ്ട് വരുന്നു, അവർ തന്നെ സെൽഫ് സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കുന്നു. വലിയ ഒരു തരം അഡ്വാൻറ്റേജ് പൊസിഷനിലുള്ള ആ വൾണറബിലിറ്റി തരണം ചെയ്ത ആ ഒരു ബിനാലയ്ക്ക് ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു ഫ്രജിലിറ്റി തരണം ചെയ്ത ഒരവസ്ഥയിൽ നമുക്ക് കുറച്ചുകൂടെ, പ്രത്യേകിച്ച് കേരളം എന്നൊരു കൾച്ചറൽ സ്പേസിൽ ഒരു ഡിസെൻറ്റ് സ്പോട്ട് എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട സമയത്ത് നമ്മളെല്ലാവരും കുറച്ചുകൂടെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നടത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനും എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെയൊക്കെ കുറച്ചും കൂടി ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടി വരും. ഇതിലിപ്പം ഒരു സ്ഥല കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയെ പറ്റി നമ്മൾ സംസാരിച്ചല്ലോ. കൊച്ചി ഒരു കേരളത്തിൻ്റെ ഈ നഗരത്തിനെ ഒന്നിച്ച് പ്രതിനിധീകരിക്കുന്ന, അല്ലെങ്കിലും അങ്ങനെ ഒരു സ്വഭാവമുള്ളൊരു നഗരം കൂടിയാണ്, ഒരു കൊച്ചു നഗരമാണ്. അപ്പോൾ നമുക്കിപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ, കോഴിക്കോട് നോർത്തും എടുക്കുകയാണെങ്കിൽ ഇതേ തരത്തിലുള്ള, അതായത് കൊച്ചിയോട് തന്നെ സമയപ്പെടുത്താവുന്ന പലതരത്തിലുള്ള മാരിടൈം ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ കൊളോണിയൽ പടയോട്ടങ്ങളുടെ ചരിത്രമുണ്ട്. നമ്മൾ പറയുന്ന ഇപ്പോൾ കോട്ടകൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് മലബാറിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും കൊച്ചിയോളം തന്നെ വലിയ കഥകൾ പറയാനുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്ക് മലബാറിനെ ശരിക്കും കൊച്ചിയിൽ കൊണ്ടുവച്ചിട്ട് കൊച്ചിയിലെ ഒരു പ്രദർശന നഗരിയിൽ നമുക്ക് ഒരുക്കാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ദേശ വ്യാപനത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു ഒരു നമ്മളിപ്പം ബിനാലെ പോലെയുള്ള ഒരു ആർട്ട് ഇതിൻ്റെ ഒരു സംവിധാനത്തിനെ നമ്മൾ മലബാറിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ റിയാസ്? ഇപ്പോൾ പല സുഹൃത്തുക്കളുമായിട്ടുള്ള ചർച്ചയിൽ എന്തുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ കുറച്ചും കൂടി ഒരു സംവേദന സാധ്യതയുള്ള, കുറച്ചും കൂടി കലയെ സ്നേഹിക്കുന്ന, സംഗീതത്തെ സ്നേഹിക്കുന്ന, കേരളത്തിൻ്റെ ഒരു കൾച്ചറൽ ഹിസ്റ്ററി, സിനിമ ഹിസ്റ്ററിയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് നിന്നൊരു സമൂഹം ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ഒരു ഹോസ്പിറ്റബിൾ ആണ് എന്നൊക്കെ രീതിയിൽ എൻ്റെ അടുത്ത് പലരും സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ വിരുത്തസാര ഇവിടെ ഒരു ടെക്സ്റ്റൈൽ പ്രൊജക്റ്റ് നടക്കുന്നത്. അതിൽ 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ആർട്ടിസ്റ്റുകൾ പ്രൊജക്റ്റ് ഇപ്പോൾ തുടങ്ങി. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ എല്ലാ പ്രദേശങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന, ഇപ്പോൾ കൊച്ചി ഒരു എന്താ പറയുക, ഒരു ആർട്ട് പ്രൊഡക്ഷൻ്റെ, ഒരു ആർട്ട് കൺവേഴ്സേഷൻ്റെ സൈറ്റ് ആകുന്ന പോലെ തന്നെ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ അതിനെ കുറച്ചുകൂടെ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഓറിയൻറ്റഡ്, അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ഒരു നാവിഗേഷണൽ ഹിസ്റ്ററിയുടെ, അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിൻ്റെ, അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ നമ്മൾ സ്പൈസ് ട്രേഡിൻ്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ വേറൊരു രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മൾ ഈ ആഗ്രഹിക്കുന്ന ഈ പഴയ നല്ല മെമ്മറികൾ ഓർമ്മിക്കും, ഒരു കോ എക്സിസ്റ്റൻസിൻ്റെ ഒരു ഹിസ്റ്ററി പറയാൻ പറ്റുക, ഫുഡ് ഫോർ ഇൻസ്റ്റൻസ്, അത്തരം ഒരു കൾച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. പക്ഷെ എനിക്ക് ഈ ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ ട്രെൻഡ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും തോന്നിയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല സ്കോളേഴ്സും പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ ആൻഡ് ആർട്ട് ഭയങ്കരമായിട്ടുള്ളൊരു മാരേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമാണ് അത് ഭയങ്കര വിസിബിളാണത്. ഗ്ലോബലി അതൊരു പുതിയ ട്രെൻഡായിട്ട് എമർജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. അപ്പോൾ അതിലിപ്പോൾ ഈ അടുത്ത കാലത്ത് നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന 2-3 നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്നു. പിന്നെ അത് വിദേശത്തേക്ക് ട്രാവൽ ചെയ്തു. എനിക്കാണ് ബെൽജിയത്തിലേക്കാണ് ട്രാവൽ ചെയ്തത്. ആ പ്രൊജക്റ്റ് ഇപ്പോൾ ബോംബെയിൽ 28-ാം തീയതി കഴിഞ്ഞു. അത് ചെയ്ത ക്യൂറേറ്റർ എന്ന് പറയുന്ന ലവീന ബൽഡോട്ട എന്ന് പറയുന്ന വളരെ ഒരു വലിയൊരു ഓർഗനൈസേഷൻ്റെ CSR എക്സ്റ്റൻഷൻ ഓർഗനൈസേഷനാണ്. ആ എക്സിബിഷൻ പ്രൊജക്റ്റ് ഇതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ അതിൽ ഇപ്പോൾ ലക്ഷ്മി മാധവൻ, കേരളത്തിൽ നിന്നുള്ള അവരുടെ വർക്ക് ഞാൻ അതിൽ കണ്ടിരുന്നു. അപ്പോൾ ഈ ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുതുതായിട്ട് നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ ഇതിൽ വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് വരുന്നു. ടെക്സ്റ്റൈൽ ട്രഡീഷനുകൾ റിവൈവ് ചെയ്യപ്പെടുന്നു. പുതിയ എന്താ പറയുക, കൈകൊണ്ട് ചെയ്യുന്ന പുതിയ രീതിയിൽ ഒരു സമയത്ത് ബ്രിട്ടീഷ് കോളനിയുടെ ഒരു എന്താ പറയുക, വലിയ മാർക്കറ്റ് പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല ഹാൻഡ് വോവൻ ട്രഡീഷനുകളെയും മെക്കനൈസ് ചെയ്ത ആ ഹിസ്റ്ററിയെ പുറകിലേക്ക് തള്ളി വീണ്ടും ആ ട്രഡീഷനുകളെ റിവൈവ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഈ ടെക്സ്റ്റൈൽ എക്സിബിഷൻ പ്രൊജക്റ്റിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാലിക്കറ്റിൽ നടക്കുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഓഫ് ഷൂട്ടായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പുതിയ പദ്ധതികൾ ആലോചിക്കുന്നത്. അല്ല, ഇപ്പോൾ ടെക്സ്റ്റൈൽസിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പം കണ്ണൂർ മുതൽ നമുക്ക് ഇങ്ങോട്ട് അറിയുന്ന ചാലിയം തന്നെ, ഇപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ഥലം തന്നെ
അത്തരത്തിലുള്ള ഒരു ട്രഡീഷണൽ ഹിസ്റ്ററി ഉള്ള സ്ഥലമാണ്. അപ്പം വലിയൊരു പരന്ന് കിടക്കുകയാണ്. മലബാറിൽ ഈ പറഞ്ഞ ടെക്സ്റ്റൈലിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അതിന് കൊളോണിയൽ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് കടലിലേക്ക് നോക്കുകയാണെങ്കിൽ കടലിൻ്റെ ഒരു വലിയ ചരിത്രം വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൊച്ചി പോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു ഭാവനയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രദേശമാണ് മലബാറിന്. അത് എനിക്ക് തോന്നുന്നു റിയാസ് കോമിനെ പോലത്തെ ഒരാൾക്കാണ് അത് കുറച്ചും കൂടി നന്നായിട്ട് കൺസീവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആ റൂട്ടും സർക്യൂട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലൊരു ഫാസിനേറ്റിംഗ് സംഭവം എന്ന് പറയുന്നത് യുനോ നമ്മൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ടെക്സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കുകയും ടെക്സ്റ്റൈലിനെ കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്ന ചർക്ക, അതിനെ കൂട്ടെ നമ്മൾ വായിക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധി, ഭയങ്കരമായിട്ടൊരു പ്രസൻസ് ഇത്തരം പ്രൊജക്റ്റുകളിലൂടെ ഇത് റിവൈവ് ചെയ്യുന്നതിലൂടെ വേറൊരു രീതിയിലുള്ള ഒരു റിമെമ്പറിങ് ഒരു നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തന്നെ ഓർമ്മിക്കുന്ന രീതിയിലേക്ക് അത്തരം പ്രൊജക്റ്റുകളെ റീഡിസൈൻ ചെയ്യുകയും നമ്മൾ ധരിക്കുന്ന ഒരു വസ്ത്രത്തിൻ്റെ രാഷ്ട്രീയത്തെ വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള വീവിങ് ട്രഡീഷൻ അതിലേക്ക് കുറച്ചും കൂടി ഒരു എസ്തറ്റിക് ഇൻ്റർവെൻഷൻ നടത്തി പുതിയ ഒരു വളരെ എന്താ പറയുക സസ്റ്റൈനബിൾ ഇൻഡിജിനസ് മോഡലുകൾ റിവൈവ് ചെയ്യാനുള്ള സാധ്യത ടെക്സ്റ്റൈലിനുണ്ട്. അത് മനസ്സിലാക്കിയ ആളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധി എന്ന് പറയുന്നത്. കാരണം ആ ഒരു മെഡിറ്റേറ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ആ ഒരു പുതിയ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വികൃതമായിട്ടുള്ളൊരു തരം ഒരു കമേഴ്ഷ്യൽ റിലീജിയസ് സുപ്രീമസി ഉണ്ടല്ലോ, അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി കണ്ടംപ്ലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന വീണ്ടും ചർക്കയിലേക്ക് തിരിച്ചു പോകണമെന്നല്ല, ആ ഒരു ചില സമ്പ്രദായങ്ങളിലേക്ക് ആ ഒരു ഹാൻഡ് മെയ്ഡ് ട്രഡീഷനുകളിലേക്ക് നമുക്ക് ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ അത് പോസിബിൾ ആക്കാൻ പറ്റുന്ന ചില ഇൻട്രസ്റ്റിംഗ് പ്രൊജക്റ്റുകളാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു PPP മോഡൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ കേരളം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, ബിനാലെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ബിനാലയിൽ PPP മോഡൽ എന്ന് പറയുന്നത് അതിൻ്റെ ഈ എവല്യൂഷൻ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തതാണ്. കാരണം പൊളിറ്റിക്കൽ വിൽ, ഒരു ബ്യൂറോക്രാറ്റിക് വിസ്ഡം, ആർട്ടിസ്റ്റിക് മാഡ്നസ്, 3 സാധനമാണ് ഒരുമിച്ച് വരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അത്തരം ഒരു ഇക്കോസിസ്റ്റത്തിൽ നിന്നും ബെനിഫിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള വലിയ ഒരു ആർട്ട് കമ്മ്യൂണിറ്റി, കലാകാരന്മാരടങ്ങുന്ന, ഗാലറികളടങ്ങുന്ന, ഇൻസ്റ്റിറ്റ്യൂഷനുകളടങ്ങുന്ന ആർട്ട് കമ്മ്യൂണിറ്റി കൊച്ചിയിൽ ഒരുമിച്ച് വരുന്നുണ്ട്. അത് കാലിക്കറ്റിലും സാധ്യമാക്കാവുന്ന സംഭവങ്ങളാണ്. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇതിനകത്തൊരു വലിയൊരു പാരഡോക്സ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നത്, ഒരേ സമയം നമ്മൾ പറയുന്ന സാധനത്തിനൊക്കെ ഒരു റിച്വൽ ഭാവമുണ്ട്. അതേസമയം നമുക്ക് ഫേസ് ചെയ്യാൻ ഒരിക്കലും നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു വലിയ മാറ്റം അപ്പുറത്ത് നടക്കുന്നുണ്ട്. അത് ഇത് രണ്ടും കൂടി സിങ്ക്രണൈസ് ചെയ്ത് പോയിട്ടില്ലെങ്കിലുള്ളൊരു വലിയ ഗ്യാപ്പ്. ഇപ്പോൾ ആർട്ടിൻ്റെ കാര്യത്തിലായാലും നമ്മളിപ്പോൾ ബാക്കി എല്ലാത്തിൽ അത് പരിഹരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം മീഡിയ ആണെങ്കിൽ ഇപ്പം ലോകത്തുള്ള ബാക്കി മീഡിയ സഞ്ചരിക്കുന്ന പോലെ തന്നെ മീഡിയയ്ക്ക് സഞ്ചരിച്ചേ പറ്റൂ. കേരളത്തിലാണെങ്കിലും ലിറ്ററേച്ചറിനും അതിൽ നിന്നൊട്ടും ഇപ്പം നമ്മളിപ്പം ഒരു പ്രാസ നിബിഡമായിട്ടൊരു കവിത എഴുതുക എന്നുള്ളതല്ല, നമ്മൾ അതിൽ നിന്നൊക്കെ എത്രയോ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ പാരഡൈമുകളൊക്കെ ഭേദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആർട്ടിൻ്റെ കാര്യത്തിൽ ആർട്ടിന് ഈ പറഞ്ഞൊരു ഇത് വളരെ കൃത്യമായിട്ടുണ്ട്. കാരണം ഒരേ സമയം നമ്മൾ സംസാരിക്കുന്നതിലത്തൊക്കെ ഒരു റിച്വൽ എലിമെൻറ്റ് ഭയങ്കരമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുണ്ട് അത്. പക്ഷേ ടെക്നോളജി എന്ന് പറയുന്ന വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ ഒരു ക്രൈസിസ് ഇതിൻ്റെ അകത്തുള്ള ഇപ്പം റിയാസ് കോം എന്നുള്ള ആർട്ടിസ്റ്റിനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കൺസീവ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലും എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? എങ്ങനെയാണ്? ഈ അടുത്ത കാലത്ത് ഞാനൊരു ചെറിയൊരു കൺവെർസേഷൻ, സനിൽ വി അറിയപ്പെടുന്ന ഫിലോസഫറാണ്, ഞാൻ അദ്ദേഹത്തിനെ എപ്പോഴും നോക്കി കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് അദ്ദേഹമായിട്ട് നടക്കുന്ന കൺവെർസേഷനുകൾ പലതും ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് കലയെക്കുറിച്ചിട്ട് അറിവും അതിൻ്റെ ഒരു എസ്തറ്റിക്സും അതിൻ്റെ കോംപ്ലക്സിറ്റികളെ കുറിച്ച് സംസാരിക്കാൻ സനൽ വി കഴിഞ്ഞിട്ടേ ആളുകളുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ആളുടെ ക്ലാസ് മുറികളിൽ ആൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ പല ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഒരു പോസിബിലിറ്റിയിലേക്ക് ആൾ ആർട്ടിനെ കൊണ്ടുവരികയും അതിൻ്റെ സർഫസിനെ കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ പൊസിഷനെ കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ കോണ്ടെക്സ്റ്റുകളെക്കുറിച്ച് സംസാരിക്കുകയും. ഇപ്പോൾ വെസ്റ്റേൺ ആർട്ട് നമ്മൾ ഇന്ത്യയിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ അത് ചെയ്യാനുണ്ടാക്കിയ പൊളിറ്റിക്കൽ റീസണിങ്, അല്ലെങ്കിൽ അത് ആ ആർട്ടിസ്റ്റ് അതിലേക്ക് എത്തിച്ചേർന്ന സോഷ്യൽ കോണ്ടെക്സ്റ്റ് നമ്മൾ
അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് ഇപ്പോൾ കേരളത്തിലും നമ്മളങ്ങനെ നോക്കുമ്പോൾ ഈ വളരെ ചിതറിക്കിടക്കുന്ന ചില കൺവെർസേഷനുകളുടെ എൻട്രാപ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ റാഡിക്കൽ ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ ആ കാലഘട്ടത്തിൽ അവർ ഇടപെട്ട ഒരു മേഖല എന്ന് പറയുന്നത് കലയുടെ ഒരു 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 കമേഴ്ഷ്യലൈസേഷൻ അഗെയിൻസ്റ്റായിട്ട് സംസാരിച്ച ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ട്രെൻഡാണ് അവർ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഒരു സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ ശേഷം ഉണ്ടായിരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ആർട്ടിനെ കുറച്ചുകൂടി പ്രൊളിറ്റേറിയൻ ആക്കുക എന്ന് പറയുന്ന ഒരു സാധ്യത. പക്ഷെ നമ്മൾ ആ സമയത്ത് ഈ ഒരു കലയുടെ പേട്രണേജിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഇല്ലാതിരുന്നൊരു പേട്രണേജിനെ കൂടിയാണ് അവർ റിജക്റ്റ് ചെയ്യുന്നത്. അതൊരു കോംപ്ലക്സ് സാധനമാണ്. അത് കേരളത്തിൽ സംഭവിക്കുന്ന നമ്മളൊരു സിംബോളിസത്തിൻ്റെ പുറകെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളം ഈ കലയിലൂടെ അല്ലാതെ പാരലായിട്ട് വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. പിന്നെ പല രീതികളിലും ഇപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനുകളും മറ്റു പദ്ധതികളും ഉണ്ട്. അപ്പോൾ പല സമയത്തും നമ്മൾ ഈ ഫസ്റ്റ് എഡിഷനിലൊക്കെ നമ്മൾ ചെയ്ത പല പ്രൊജക്റ്റുകളിലും ടെക്നോളജിക്കൽ സപ്പോർട്ട് നമുക്ക് തന്നിരുന്നത് അവരൊക്കെ തന്നെയാണ്. പക്ഷേ കലാകാരന്മാരുടെ ഇടയിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കേരളത്തിലെ കലാകാരന്മാരുടെ ഇടയിൽ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ഒരു ഡിസ്കോഴ്സിൻ്റെ സാധ്യത അവരത് മനസ്സിലാക്കിയിട്ട് അത്തരം ഒരു മേഖലകളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ സനലായിട്ട് സംസാരിക്കുമ്പോൾ സനൽ പറഞ്ഞു കേരളത്തിൽ ഇനി ഈ ഒരു കൃത്യമായിട്ട് കലാ മേഖലയിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരള സൊസൈറ്റി ചെയ്യേണ്ട. ഒന്ന്, ഇപ്പോൾ ബിനാലെ പോലുള്ളൊരു സംഭവം നടക്കുമ്പോഴും നമ്മൾ കാണുന്നൊരു സംഭവം എന്ന് പറയുന്നത് സാധാരണക്കാരൻ വെറും ഒരു റിച്വലിസ്റ്റിക് വാക്ക് ത്രൂ ആണ് നടത്തുന്നത്. അപ്പോൾ അവനൊരു വർക്കിനെ കുറിച്ചിട്ട് സംസാരിച്ചു, പറഞ്ഞു കൊടുത്തു, അത് കേട്ടു പോയി. പക്ഷേ അവൻ്റെ സംവേദനത്തെ അല്ലെങ്കിൽ എസ്തെറ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിനെ നവീകരിക്കാനുള്ള സമയമോ കണ്ടംപ്ലേറ്റീവ് സ്പേസോ ആ സ്പേസ് കൊടുക്കുന്നില്ല. ആളുടെ ഒരു നിരീക്ഷണമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് മ്യൂസിയങ്ങളോ കുറച്ചുകൂടി പെർമനൻസി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളോ അതിലേക്ക് ഇത്തരം പ്രൊജക്റ്റുകൾ കൊണ്ടുവരികയും നിങ്ങൾക്ക് സ്വസ്ഥമായി പോയി കാണാൻ പറ്റുകയും വായിക്കാൻ പറ്റുകയും മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പുതിയൊരു സമ്പ്രദായത്തിലേക്ക് കേരളം വളരെ സീരിയസ് ആയിട്ട് കടക്കേണ്ട സമയമായി എന്നുള്ളൊരു ഒബ്സർവേഷനുണ്ട്. കാരണം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ചെയ്ത പല ഈ റെജുവിനേറ്റീവ് പ്രൊജക്റ്റുകൾ, ഇപ്പോൾ ബിനാലെ എന്ന് പറയുന്ന വേറൊരു രീതിയിൽ ഒരു നമ്മൾ ഇപ്പോൾ ഒരു ബിനാലെ ഫോക്ലോർ ഒരു പുതിയൊരു ഫോക്ലോർ ആണെന്ന് കൺസിഡർ ചെയ്യുന്ന തിങ്കേഴ്സ് ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും അത്രയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അതെന്തിനാണ് നിലത്തിടുന്നതെന്ന് ചോദിക്കുന്ന ഒരു സാധനമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല മ്യൂസിയങ്ങൾ ഉണ്ടാവുകയും നല്ല കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ അതിനെ സർവൈവ് ചെയ്യാനുള്ള പുതിയ മെത്തേഡുകൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അദ്ദേഹം പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഈ കലയും ടെക്നോളജിയും തമ്മിലുള്ള വലിയ ഒരു ഇടപെടലിലൂടെ പുതിയൊരു ഭാഷ നമ്മൾ മലയാളികൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചാലേ നമുക്ക് ഈ പുതിയ യുവത്വത്തിനോടും പുതിയ ജനറേഷനോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഒബ്സർവേഷൻ. എനിക്കത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവമാണ്. നമ്മൾ പിന്നെ മ്യൂസിയങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നിരന്തരം പറയുന്നുണ്ടെങ്കിലും ഇത്തരം ഒരു കോണ്ടക്സ്റ്റിലൂടെ നമുക്ക് ആവശ്യമുള്ളത് കണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള സ്പേസ് ആണ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ, അത് പ്രത്യേകിച്ച് ഒരു ഫിലോസഫർ ഒരു തിങ്കർ പറയുമ്പോൾ അതിന് ഭയങ്കര വാല്യൂ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്.